സൂര്യൻ കൽപ്പന യാത്ര ചോദിച്ചിറങ്ങിപ്പോയപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അതെന്താ പത്മിനി, അത്രയും നേരം കൽപ്പന ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണോ? അതല്ലമ്മേ, വരുണും രാധികയും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പോ ഏതു നേരവും ചിന്തിക്കുന്നത് സൂര്യക്കും കൽപ്പനയ്ക്കും കൂടി ഇത് തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന. ഇപ്പൊ അവരും കളിച്ചും ചിരിച്ചുമൊക്കെ പുറത്തു പോകാൻ തുടങ്ങിയില്ലേ. മക്കള് സന്തോഷത്തോടെ ഇരിക്കുന്നതിലും കൂടുതൽ ഒരമ്മയ്ക്ക് വേറെ എന്താ വേണ്ടത്? സംഗതി സത്യ, പക്ഷെ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഒരേ ഒരാളോടാ. ആരോട്? ദേ ആ ആള്, അത് തന്നെ. അമ്മ ദൈവത്തെയാണോ ഉദ്ദേശിച്ചേ? അവളീ കുടുംബത്തിന് ദൈവം തന്നെയാ. രാധികമോളുടെ കാര്യാ ഞാൻ പറഞ്ഞത്. ഓ, കണിമംഗലത്ത് സംഭവിച്ച പ്രശ്നങ്ങളൊന്നും നിസ്സാരമല്ല പത്മിനി. കുടുംബത്തിന്റെ മാനം കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത് ചന്ദ്രശേഖരൻ ജയിലില്ല. ഇവിടെ ഒരു മരണം നടന്നു. പക്ഷെ അതൊന്നും അറിയാതെ, അതിലൊന്നും ആടി ഉലയാതെ ഈ കുടുംബം ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ടെങ്കില് അതിന്റെ കാരണം രാധിക ഒരാളാ. എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള അവളുടെ മിടുക്ക്. അതമ്മ പറയുന്നത് ശരിയാ. അവളോട് ശത്രുത തോന്നുന്നവര് ഇപ്പോഴും ഇവിടൊക്കെ തന്നെയുണ്ട്. ശത്രുത തീർക്കാൻ അവര് പല മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അതൊക്കെ കേട്ട് അവരോടൊപ്പം ചേർന്ന് വീണ്ടും അവളെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് നീ. ഇല്ലമ്മേ, പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിനു പകരം അവളെ ഞാൻ സ്നേഹിക്കുക. അവളൊരു ദൈവാംശമുള്ള കുട്ടിയുവാ. അതുകൊണ്ടാ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൾക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിൽ പരിഹരിക്കാൻ അവൾ പരിശ്രമിക്കുന്നത്. അത് അവൾക്ക് സാധിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴക്കില്ല. വരുണിന്റെ ഭാര്യയായി നമുക്കിടയിൽ ഉണ്ടാവേണ്ടത് അവള് തന്നെയായിരുന്നു. അതിനു മുമ്പ് നടന്നതൊക്കെ വെറും മായ, അത്രയേ ഉള്ളൂ. പക്ഷേ കോടതിയിൽ പ്രിയങ്ക എത്തുന്നത് വരെ പ്രിയങ്ക ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അത് എല്ലാരും സൂക്ഷിക്കണം. പ്രിയങ്ക, കൽപ്പനയും എന്റെ അമ്മയൊക്കെ പല വിധത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലൊക്കെ അവര് ക്രൂശിക്കപ്പെടുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാക്കുതരാം. പ്രിയങ്ക കോടതിയിലെത്തി കോടതിക്ക് സത്യം മുഴുവനും ബോധ്യപ്പെട്ടു. അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന അച്ഛനെ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യിക്കുന്നത് കണിമംഗലത്ത് നിന്ന് രാധികയെ പടിയിറക്കുന്ന ജോലിയായിരിക്കും. പ്രിയങ്ക ജീവനോടെ ഉണ്ടെങ്കിൽ നിയമപരമായി വരുണിന്റെ ഭാര്യ പ്രിയങ്ക തന്നെയായിരിക്കും. രാധികയ്ക്ക് ഒരു കോടതിയിലും ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എതിർപ്പുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വന്ന ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ പ്രിയങ്ക തയ്യാറല്ലേ? തയ്യാറാണ് ഗൗതം. എന്റെ മരണം സൃഷ്ടിച്ച് അതിലൂടെ അവൾ വരുണിനെ സ്വന്തമാക്കിയെങ്കിൽ അവളുടെ മരണം എനിക്ക് കാണണം. യെസ്, ഈ വാശിയാ നമുക്ക് വേണ്ടത്. വിട്ടുകൊടുക്കില്ല എന്ന വാശി. കണിമംഗലത്ത് നന്മ നടിച്ച് നടക്കുന്ന ഒരാൾക്കും ഇനി നമ്മൾ സ്വസ്ഥത കൊടുക്കില്ല. എന്റെ ജീവിതത്തിൽ നിന്നും വെട്ടിമാറ്റിയ കുറച്ച് കാലമുണ്ട്. എനിക്ക് ഓർമ്മയില്ലാതെ ഇരുണ്ടുപോയ കാലം. അക്കാലത്ത് വെളിച്ചത്തിൽ നടന്നു പോയവരെയെല്ലാം വരി വരിയായി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം ഗൗതം. ഓരോരുത്തരോടായി എണ്ണി എണ്ണി എനിക്ക് പ്രതികാരം ചെയ്യണം. ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടണം. ആ സ്ഥാനത്ത് വന്നവരെ എനിക്ക് പടിയിറക്കണം, കൊല്ലണം. എന്നിട്ട്
അല്ല അതങ്ങനെ തന്നെയാണല്ലോ. ഞാൻ പ്രസവിച്ച മോളായിട്ട് തന്നെയാ കാണുന്നത്. എങ്കിൽ ശരി വരുൺ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഞങ്ങളെ സമയം കിട്ടുമ്പോ അങ്ങോട്ട് വരാൻ വേണം. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണിക്കാനായിട്ട് മോളെ ഒന്ന് കൊണ്ടുവരണമല്ലോ. മോള് സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് അമ്മയൊന്നും അറിയണ്ടേ? ശരി. ഈ അമ്മ തന്റെ ഭാഗ്യാണ്. അതെ, എനിക്ക് കിട്ടിയ കുറച്ച് ഭാഗ്യങ്ങളില് വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തുണ്ട് ഫിദ മാഡം. എടുത്തി പെട്ടെന്ന് വരുൺ അങ്ങനെ പറഞ്ഞപ്പോ എന്തോ ഒരു സംശയം ഉള്ളിൽ തട്ടിക്കാണൂന്ന് എനിക്കൊരു പേടി. അത് ഈ ഒളിച്ചോടി നടക്കുന്നത് മനസ്സിലുള്ളതുകൊണ്ടാ. വരുൺ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ രാധികയോട് പറയില്ലേ? അപ്പൊ പേടിക്കാനില്ല അല്ലേ? ഇല്ലെന്നേ. തൽക്കാലം മോള് വിവരം അറിഞ്ഞില്ലല്ലോ. അവള് സന്തോഷത്തോടെ ജീവിക്കുന്നെന്ന് അറിഞ്ഞില്ലേ? ആ സന്തോഷം മതി ശ്യാമേ. അതെ, കൂടുതൽ ടെൻഷനൊന്നും എടുത്തു വെക്കാൻ നിൽക്കല്ലേ.